വെൽക്കം ബാക്ക് ടു our YouTube channel. So നമ്മളൊരു വെറൈറ്റി ചാലഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഗുഡ് ഡെയർ വേഴ്സസ് ബാഡ് ഡെയർ ചാലഞ്ച്. നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇവളും ഞാനും ഡേയ്സ് എന്താ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പൊ അങ്ങനെ ഡേയ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലിപ്പോ നമ്മൾ ഗുഡ് ഡേയ്സ് നല്ല കാര്യങ്ങളായിട്ടുള്ള ഡേയ്സും നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലൊരു കാര്യമായിട്ടുള്ള ഇഷ്ടമുള്ള ഡേയ്സ്, അതേപോലെ നമുക്ക് കുറച്ച് പണിഷ്മെന്റ്സ് പോലുള്ള ഡേയ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഞാനും എഴുതിയിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചു. അതെ, എനിക്കും അറിയില്ല ഇവളെന്താ എഴുതിയിട്ടുള്ളത്, ഇവക്കും അറിയാം ഞാൻ എന്താണ് എഴുതിയിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതേ കണ്ടോ, ഇവിടെ എങ്ങനെ ഈ ലോട്ട്സ് വരുന്നുണ്ട്, ഇതിനകത്ത് -1 +1 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് അങ്ങനെ ഫുൾ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ 5 കാര്യങ്ങൾ എഴുതണേ 4 മാത്രം ഡേയ്സ് എഴുതിയിട്ട് 5ാമത്തേൽ ടേക്ക് ദ ലോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഇവളും 5ാമത്തേൽ ടേക്ക് ദ ലോഡ് എടുത്താൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോട്ട് എടുക്കും, ഇവളെടുക്കും. ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അന്ന് ഒരു ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ -1 അല്ലെങ്കിൽ -1 കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോ +1 കിട്ടും. +1 കിട്ടി അവൾക്ക് ഒരു ഡയറും കൂടി കൂട്ടി വേറൊരെണ്ണം പുതിയതായിട്ട് എഴുതാം. എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള 6 ഡയർസ് അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ അവൾക്ക് വേറെ ഒരു ഡയർ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയർ എഴുതാൻ പറ്റും. +1 അല്ലെങ്കിൽ -1 കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എഴുതിയത് ഏതെങ്കിലും ഒരു ഡയർ അവള് പെട്ടേണ്ടി വരും. അത് പിന്നെ ഇല്ല. അപ്പൊ ഈ ഒരു ബോക്സിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സും പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, നെഗറ്റീവ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത് വെച്ചാല് എന്താ പറയാ, നമുക്ക് ഒരു ഡയർ കട്ട് ചെയ്യേണ്ടി വരും. ഒരു ഡയറിലേക്ക് എത്ര -2 ഡേയ്സ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ +2 പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് 2 ഡേയ്സ് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പൊ -5 വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ചാൻസ് മുഴുവൻ പോയി, ഇവൾക്ക് പിന്നെ ചാൻസ് ഇല്ല. +5 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവൾക്ക് വീണ്ടും +5 ആയിട്ടുള്ള ചാൻസ് കിട്ടും. അതെ, 10 വീണ്ടും ഇവർക്ക് എഴുതാൻ കിട്ടും. സോ അപ്പം എനിക്ക് ഗെയിം ഏകദേശം മനസ്സിലായി ഞാൻ കേട്ടു. ഇനി മനസ്സിലാവില്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ മനസ്സിലാവും. എന്റെ തലയിൽ ഉണ്ടായ ഒരു ഗെയിമാണ് ഇപ്പത്. ഇവിടെ സാധാരണ അവൾക്ക് അങ്ങനെ തോന്നാറില്ല എല്ലാ ഗെയിമും ഞാൻ ഇവിടെ ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ടാണ്. സോ നമ്മള് ലൈറ്റ് ചെറുതായിട്ട് കത്തിപ്പോകും. ലൈറ്റ് കത്താൻ ഉദ്ദേശം മിന്നി പോകുന്നുണ്ട്. അതെ, അടുത്ത് ഇന്നലെ മിന്നാണ് തുടങ്ങിയത്. അതെ, സോ അപ്പൊ നമുക്കിനി ഇഷ്ടമുള്ള സമയത്ത് ഡേയ്സ് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഇഷ്ടമുള്ള സമയത്ത് ഇപ്പൊ അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉറക്കത്തുനിന്ന് വിളിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഗൈസ് ചലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ചലഞ്ച് മനസ്സിലായി ഞാൻ കരുതുന്നു. പിന്നെ മനസ്സിലായി നമുക്ക് ഗെയിം കളിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പൊ ഇവള് നമ്മള് 2 മെസ്സേജ് പോലത്തെ ഒരു ലെറ്റർ ഇട്ടുന്ന പോലത്തെ നമ്മുടെ ഡേയ്സ് എഴുതി പേപ്പറിൽ എഴുതാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പൊ എന്റെ ഇതാണ് പറക്കുന്നുണ്ട്. കാറ്റടിച്ചിട്ട് ഇതാണ് കേട്ടത് ഞാൻ അങ്ങോട്ട് ഗമ്മ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. സോ ഇത് നമ്മളിനി കൈമാറാൻ പോവുകയാണ്. അല്ല, അങ്ങനെയല്ല, കൈമാറൂല ഞാൻ വായിച്ചിട്ട് ഓക്കെ. ഇത് എന്റെ തലയിലുള്ള ഗെയിം ആയതുകൊണ്ട് വെക്കും അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പറഞ്ഞു അപ്പൊ പിന്നെ കൈ മാറണമെന്നുണ്ടെങ്കിൽ മാറുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് ഞാൻ ലോട്ട് എടുക്കേണ്ടി വരും. അന്നേരം വന്നിട്ട് നമുക്ക് എന്താ പറയുക, കട്ടിയാണെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ഇതിൽ തന്നെ എഴുതണം. അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ. അപ്പൊ ആദ്യം വായിക്കും. അങ്ങനെയല്ല, ആദ്യം നമ്മൾ ആരാണ് ആരാണ് ചെയ്യേണ്ടത് നമ്മൾ ലോട്ട് ഇട്ടിട്ട് എടുക്കണ്ടേ? ആദ്യം ശരിയാണ്. അപ്പൊ നമ്മളത് ആദ്യം വായിച്ച ആള് ആ പണി ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ലോട്ട് ഇട്ടിട്ട് എടുക്കണം. എന്റെ പേര് ഇവളുടെ പേരും ഇട്ടിട്ടുണ്ട്. സംശയം അവിടെ കിട്ടും.
ഇത് എടുത്തിട്ടുണ്ട്. അറിയില്ല ആരുടെ പേരാണ്. എന്റെ പേരാണ് സംശയം എന്നാണ്. ക്യാമറയിൽ തലയിൽ തിരിച്ചിട്ടായിരിക്കും കാണുന്നത്. സംശയം എന്നാണ് ഇട്ടിട്ട് എഴുതിയത്. പിന്നെ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് കരുതും. അല്ല ഗൈസ്, അവളുടെ പേര് എഴുതിയിട്ടുണ്ട്. കണ്ടോ, അവളുടെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കളക്കളി ഒന്നും ഇല്ല ഇതില്. രണ്ടുപേരുടെ പേരാണ് ഈ നോട്ടിൽ എഴുതുന്നത്. സോ ഇവളെ എടുത്തോണ്ട് പറയാൻ പറ്റില്ല. സോ അപ്പൊ ഫസ്റ്റ് തന്നെ നീ വായിക്കും. ഞാൻ വായിക്കുന്നത് നീ വായിച്ചിട്ട് ഞാൻ ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് എന്റെ പേരിൽ സിക്ക് ഇങ്ങനെ ഗെയിം മനസ്സിലായിട്ടില്ല. എന്റെ ആ ഒരു പേപ്പറിനാണ് കുറച്ച് പോലെ അല്ലറ ചില്ലറ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ ഗൈസ് എന്റെ കുറച്ച് ഹെഡിങ് കാണിച്ചു പേപ്പർ കേട്ടോ. ഡു ദീസ് ആണ്. അവള് ദീസാണ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അവളാണ് എൻ്റെ അടുത്ത് ടു. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ആ ഒരു കാര്യം. അത് പറഞ്ഞു ഇവള് ഞാൻ ചോദിച്ചു THIS എന്ന് എഴുതിയൊരു കുഴപ്പമുണ്ടോ, അതോ THESC എന്ന് എഴുതണമെന്ന് ചോദിച്ചു. അതിനാണ് നിങ്ങൾക്ക് അറിയണത്. അല്ലെങ്കിൽ നിങ്ങൾ കൈമാറി ഒരിക്കലും കേട്ടത്. അപ്പൊ ഗൈസ് ഇന്നലെ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഗാർലിക് ബ്രെഡിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് പിന്നെ നിങ്ങൾ കുറേ പാർട്സ് അത് യൂട്യൂബിൽ ഷോർട്സിലായിട്ട് എടുത്തോണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് സ്പൈസ് കൂടിപ്പോയി ഗൈസ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ചില്ലി ഫ്ലേക്സ് അത് കളഞ്ഞോ തിന്നോന്ന് പറഞ്ഞോടെ. കുറച്ച് ചില്ലി ഫ്ലേക്സ് വീട്ടിൽ കൂട്ടുകയാണെങ്കിൽ കുറച്ച് ഇടാൻ പാടുള്ളൂ. ഒരുപാട് എരിവില്ലായിരുന്നു. എന്നാലും നമ്മൾക്കത് ഒരു ഒറ്റടിക്കാനോ പറയുന്നത് കഴിക്കാന്ന് വെച്ചാൽ ആ ഒരു സ്വീറ്റില് ഇങ്ങനെ തിന്നു ഗൈസ്. ഞങ്ങൾ ഡിന്നർ ഇഷ്ടമില്ലാത്ത ഫുഡൊക്കെ അല്ല ഗൈസ്. അതെന്താ കുഴപ്പമുണ്ടായിരുന്നു വെച്ചാല് നമ്മൾ സാധാരണ നമ്മളെടുത്ത് നമ്മൾ കഴിക്കും സാധാരണത്തെ മാതിരി. നമ്മളൊരു 4 നമുക്ക് കഴിക്കുമ്പോഴേക്കും നമ്മൾ നല്ല എരിവുണ്ട്. നമ്മളിതിൽ അത്യാവശ്യത്തിനുള്ള ഗീ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗീ എല്ലാത്തിലും പിടിക്കും. ആ ഒരു സ്പൈസി ഇതായിട്ടുണ്ടാവണം. അപ്പോൾ അത് ഈ ഗീ എല്ലാത്തിലും പിടിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഇതായിരുന്നു. നമ്മളൊരു 3-4 കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇരുന്നു. പിന്നെ നമ്മൾ ചെയ്യാം ചാലഞ്ച്. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ കൊണ്ടുവന്ന് തരാം ഗൈസ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് പിടിച്ച് ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ടാവും, വെള്ളം പിടിക്കുന്നുണ്ടാവും, കിടക്കുന്നുണ്ടാവും. ഞാൻ ഫോൺ നോക്കിയിട്ട് കിടക്കുന്നുണ്ടാവും. ആ സമയത്ത് വരെ നിങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പെട്ടു ഗൈസ്. അപ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് അറിയത്തില്ല. ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാന്ന് അറിയാം. ഇവിടെ ഞാൻ വിളിച്ചു നോക്കുക വീഡിയോ എടുക്കാനുണ്ട് ഗൈസ്. ആ സ്വഭാവത്തിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വെക്കുള്ളത്. ആ ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇവിടെ എടുത്തു. അതിനുള്ളത് ഞാൻ പുറത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒരു പാട് കണ്ടല്ലോ. എവിടെ പാട്? ഇതിന്റെ പാട് ഉണ്ടാക്കാം. ഫസ്റ്റ് ഗുഡ് ഡെയർ ആണ്. അപ്പോ ലാസ്റ്റ് കൊടുത്ത സ്നാക്സിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നില്ല വൈറ്റ് കളർ റെഡ് വെൽവെറ്റ് ബിസ്ക്കറ്റ്. അത് എനിക്ക് പേരാണ്. ഫസ്റ്റ് ഡെയർ ഞാൻ വായിക്കുകയാണ്. വോയിസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞപ്പോൾ മൈക്കും കാര്യമൊന്നുമില്ല. ഒരു പാവപ്പെട്ട നമ്മൾ വേണമെങ്കിൽ അച്ഛൻ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറയാം ഗൈസ്. മൈക്ക് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമുക്ക് തുടങ്ങണമെന്ന് നമുക്ക് എതിരല്ല. പെട്ടെന്ന് ഒരു ഇതിൽ തുടങ്ങിയതാണ് ഗൈസ്. വായിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ വായിക്കുകയാണേ. ഫസ്റ്റ് എനിക്ക് നോക്കിയിരിക്കുകയാണ് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ടത് കുറച്ച് വെച്ചിട്ടാം. യു ക്യാൻ ഈറ്റ് ഓൾ ദി ബിസ്ക്കറ്റ്. എല്ലാം കഴിക്കാം. ഓൾ ദ ബിസ്ക്കറ്റ് ഇപ്പൊ തന്നെ പോയി കഴിക്കാല്ലേ? ശരി ശരി. ഇപ്പൊ നമ്മളിവിടെ ഒരു റൂമിലാണ് കേട്ടോ ഇരിക്കണത്. ഇങ്ങോട്ട് എടുത്തിട്ട് വരണോ? അതെ, അവിടെ അവർക്ക് TV കാണുകയാണ്. വരാം. ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിക്ക് ഏത് സമയത്താണ് എന്തെങ്കിലും ഒരു
നല്ലൊരു ഡയർ അല്ലേ? നല്ല ഡയർ ആയിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് കൂടി വെക്കുന്നുണ്ട് ബിസ്ക്കറ്റിന്റെ. അത് ഞാനൊരു ഡയർ എഴുതിയോണ്ട് മേടിച്ചതാ. നല്ല ഡയറാണോ ഡി? നോക്കാം. നല്ല ഡയർ അല്ല, ഞാൻ പറഞ്ഞ നല്ല ഡയറാണോ? ഗൈസ് നിങ്ങൾ കേൾക്കും, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചതിൻ്റെ ഒരു ബിസ്ക്കറ്റിന്റെ ഒരു പാക്കറ്റിന്റെ കവറാണ് കേട്ടോ. അത് ഒന്നും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മുടെ അടുത്ത് നല്ല പറഞ്ഞപ്പോഴേക്ക് ഞാൻ മേടിച്ചതാണ്. ഗൈസ് കളയാൻ വന്നപ്പോ ഒരു പല്ലി അങ്ങോട്ട് എറിയും. അങ്ങോട്ട് എറിഞ്ഞോ? അത് നന്നായി. അവളവിടെ കവർ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം ഗൈസ്. ഇവിടെ ശബ്ദമായോണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എടുക്കാത്തത്. നമുക്ക് റൂമിലേക്ക് പോവാം. ഇങ്ങനത്തെ ഷേപ്പ് ആയിട്ട് അവിടെ വെച്ചിട്ട് പോകണം. സൺഷിയുടെ ഡയർ നോക്കാം. ഞാൻ ആകെ ഒരു ബാഡ് ഡയറാണ് കേട്ടോ എഴുതി. കാണിച്ചു കൊടുക്കാം. സോറി ഗൈസ്, നീ നോക്കണ്ട, കണ്ണു പോത്തിരുന്നോ. ഇതാണ് ഗൈസ് എൻ്റെ ഡയേഴ്സ്. കണ്ടല്ലോ ഗൈസ്, ഇതാണ് ഗൈസ്. കണ്ണോട്ടൊക്കെ വെക്കണോടി. ഇതാണ് ഗൈസ് എൻ്റെ ഡയേഴ്സ്. അപ്പം വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. തല തിന്നിട്ടാണ് ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്ന വഴി നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് തുറന്നു നോക്കട്ടെ. അപ്പൊ നീ നോക്കണത് ഇവിടെ നോക്കാൻ പറഞ്ഞത്. അവിടെ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കുന്ന നല്ല ഡയർ ആയിട്ട് വെച്ചു. അയ്യോ നല്ല ഡയറും ഉണ്ട് ഗൈസ്, ബാഡ് ഡയറും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ടാണ്. കോമഡി ഡയർസ് ഉണ്ട്. അത് ഇതിലില്ലാത്തതാണെങ്കിൽ നമുക്ക് അത് നീ കാണിച്ചത് കൊടുക്കരുത്. അപ്പൊ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ബാഡ് ഡയറാണ്. സോ വിഷമിക്കരുത്. ഓ ഇല്ല. Get a slap. ആരെടുത്തുന്നു? എന്റെ അടുത്ത് ഞാനിത് വീഡിയോ എടുത്ത് തിരിച്ചാണോ? കുഴപ്പമില്ല. അതൊക്കെ പറ്റില്ല, ചാലഞ്ച്. ഓക്കെ ശരി. എല്ലാത്തിനും പകരത്തിന് പകരം എന്തുണ്ടെങ്കിലും ഒരെണ്ണം പോലും എടുത്ത് കഴിക്കാൻ തരത്തില്ല. ഒളിച്ചു പിന്നെ നോക്കുമ്പോഴേക്കും വരും ഗൈസുകൾ. എന്തായാലും സോ നമുക്ക് ഞാൻ ഇപ്പൊ ചേരുന്നില്ല. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ആരുടെ സപ്പോർട്ട് എടുത്ത്. മൂത്ത കുട്ടികളെയാണോ ഇളയ കുട്ടികളെയാണോ? ഗൈസ് ഇളയ കുട്ടികളാണ് ഗൈസ്, നല്ല കുട്ടികളാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ മൂത്ത കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത് ഒരു സിബ്ലിംഗ് ഉണ്ടെന്നും കൂടി കമന്റ് ചെയ്യാട്ടോ. അത് നിങ്ങൾ ഒറ്റക്കുട്ടിയാണോ? അതെ, ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അത് ഇപ്പോഴല്ല. അത് എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് തരാനായിട്ട് പറ്റും. എപ്പോഴും ചെയ്യുന്നത് എപ്പോഴല്ല എനിക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചെയ്യാൻ പറ്റും. നീ ബിസ്ക്കറ്റ് ഇപ്പൊ തന്നെ കഴിച്ചു. അത് നിന്റെ ഇഷ്ടം. നീ എന്ത് മിണ്ടാണ്ടിരിക്കണത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് കഴിച്ച് ബിസ്ക്കറ്റ് ഒക്കെ ആകുമ്പോൾ അത് നല്ല ഡയർ അല്ല. അപ്പൊ എനിക്ക് എപ്പോ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് സ്ലാപ്പ് കൊടുക്കുമ്പോഴാണോ? സോ ഗൈസ്, ഇപ്പതേ ഞാൻ ഒരു ടൈം ഒരു 7:30 ആയിട്ടുണ്ടാവും. നമ്മളിത് എടുക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്ലാപ്പാണ് ഞാൻ ആദ്യം ബാഡ് ഡയർ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ലാപ്പ് കൊടുക്കണം. സ്ലാപ്പ് കൊടുക്കുക, നമുക്ക് സ്ലാപ്പ് എടുക്കാം. അപ്പോൾ അവളിപ്പോൾ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. എന്നിട്ട് അവൾക്ക് സ്ലാപ്പ് കൊടുക്കാം. നമുക്ക് അവിടെ കിച്ചണിലാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോയിട്ട് കാണാം. ഹലോ, ഡയർ ചലഞ്ചൊക്കെ വന്നോയാ? ഒരു 5-6 അരമണിക്കൂർ 5 മിനിറ്റ് അവിടെ ഇരുന്ന് വൃത്തിയുടെ സ്വഭാവം ഗൈസ്. ചളിങ്ങ സ്വഭാവം ഗൈസ്. ഓ ഗൈസ്, ഇവിടെ അതിനിടയിൽ എനിക്ക് തല്ലി തരാനേ. അതാണ് എൻ്റെ ഡയർ. ടീച്ചർ ഇങ്ങോട്ട് വാ.
പയ്യെ തല്ലണം. എനിക്ക് നന്നായിട്ട് വേണിച്ച് ഞാൻ പിന്നെ പോയിട്ട് എന്താ പറയാ ഞാൻ പോകുന്നില്ല. മസിലൊക്കെ ഉണ്ടാവുകൊണ്ട് എനിക്ക് വേദനിക്കില്ല. മൂത്തത്തേക്ക് വേണ്ട മൂത്തത്തേക്ക് അടിച്ചു വിടാം. ചിലപ്പോ നല്ല ശക്തമായിട്ട് അടിച്ചാൽ നമ്മള് ബോധം കെട്ടു വീഴും. ക്യാമറ കണ്ടേ പയ്യടിക്ക്. സ്ലാപ്പ് എന്ന് വെച്ചാൽ പറയണം. അതുകൊണ്ട് പതുക്കെ അടിക്കാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് നല്ല അങ്ങോട്ട് പതുക്കെ അടിച്ചു പോയി ഗൈസ്. ഒരു നല്ല ഒരു ഒലക്ക തലേക്ക് വീണ ഫീല് വരണായിരുന്നു തല്ലുമ്പോ അല്ലേ ഗൈസ്. ഗൈസ് ഡോർ അടിച്ചത്. ആ ഗൈസ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. ഭീഷണിപ്പെടുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. ബ്ലാക്ക് മെയിൽ തന്നെ പറയാ. ഓക്കെ ഗൈസ് ഇനി നമുക്ക് അടുത്ത ഇത് കാണാം. ഓക്കെ എന്റെ വീണ്ടും എന്റെ സാധനം ഇറക്കിയിട്ടുണ്ട്. ഫോൺ ചെരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നേരെ വെക്കണം. ഫോൺ എങ്ങനെയാണ് കഴിച്ചിരിക്കുന്നത് കാര്യമാണ്. ശരി ശരി വീണ്ടും ശരി. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഡെയറാണ് ഗൈസ്. ഇപ്പൊ രണ്ടാമത്തെ ഡെയർ സ്ക്രീൻ കാണിക്കണം. എന്തായാലും ഇപ്പൊ വായിക്കാൻ പറ്റില്ല ഗൈസ്. സോ കണ്ണടച്ചോണ്ട് ഇരുന്നോളൂ മാം. ഇരിക്കടി കണ്ണടച്ച്. ശരിക്കും വേണ്ട വേണ്ട. ശരി. അപ്പൊ ഗൈസ് ഒരു 8ന്റെ പണി എന്നൊക്കെ പറയാലോ. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഡയറാണ്. അപ്പൊ ഒരു ഗുഡ് ഡയർ അല്ല. എന്തായാലും ഒരു കാളയുടെ കൊണ്ട് കേട്ടല്ലോ. സമയം കണ്ടു കണ്ടോ? ഓക്കെ അപ്പൊ ഗൈസ് ശരി ശരി പൊടിയിടുന്നു. ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് എന്താ ഡയർ എന്താ നോക്കാം അല്ലേ. അപ്പൊ ഡയറിനായിട്ട് ഐശ്വര്യമായിട്ട് പറയുകയാണ് ഗൈസ്. ഡു എവറിത്തിങ് ഐ സേ ടിൽ ടുമോറോ. ടിൽ ടുമോറോ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് 12 മണി വരെ മതി. എടുക്കാൻ പറ്റും എനിക്കറിയില്ല. ടിൽ ടുമോറോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത്ര നേരം ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഇതാക്കാം. കുറച്ച് വെള്ളം കുറച്ച് ഇങ്ങനത്തൊക്കെ വൃത്തികെട്ട സ്വഭാവമാണ് ഗൈസ് ഈ കുട്ടിക്ക്. ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണും ഗൈസ്. അപ്പോൾ അവളുടെ ഒരു സ്വഭാവം അങ്ങോട്ട് മനസ്സിലാക്കട്ടെ. നമുക്ക് പോയി നോക്കാം അവളവിടെ വെള്ളം നേരെടുക്കണ്ടോ. നമ്മുടെ വെള്ളം എടുക്കാൻ വന്നതാണ്. വെള്ളം എടുത്തിട്ടില്ല. എന്താ നോക്കുന്നേ? വെള്ളം അങ്ങോട്ട് എത്തിച്ചേരും. അങ്ങ് പോ. ഇല്ല ഞാൻ അവിടെ നിൽക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. സോ ഗൈസ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. സോ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നിങ്ങളെ ഇതൊക്കെ ഇവിടെ എന്താ ചെയ്യണമെന്ന് കാണണം. പോസ് ആക്കാൻ പാടില്ല. പറ്റുമോ? ശരി ശരി പോയിക്കോ. ഇവള് ഇങ്ങനത്തെ ഒരു ഡയറി എഴുതിയതല്ലേ. ഒരു പണി കൊടുത്താലോ. ഉപ്പ് ഇറക്കി കൊടുക്കാം. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല അവൾക്ക് ഇരുതില്ല അങ്ങനെ ചെയ്യുന്നത്. കൈസ് നമുക്ക് ഉപ്പെടുക്കാം. കട്ടിയിട്ടിരിക്കണ്ടോ അങ്ങനെയാണ്. വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഗൈസ് നമുക്കൊരു ഉപ്പിട്ടിട്ട് കാണാം. ഇട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഉപ്പിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള ഉപ്പാണ് ഗൈസ്. ഉപ്പാന്ന് വിചാരിക്കണം. ഒന്ന് കലക്കി കൊടുക്കാം. നമുക്കൊന്ന് കലക്കി കൊടുക്കാം. നമുക്കിങ്ങനത്തെ കൊണ്ടേ കൊടുക്കാം. ക്യാമറ വെച്ചത് കണ്ടില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ ഉപ്പൊന്നും നിർത്തി കുറിച്ച് നോക്കാതെ ടേസ്റ്റില്ല ഗൈസ്. ഞാൻ തുപ്പിയിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അങ്ങനെ കരുതരുത്. ഞാനൊരു തുള്ളി കുടിച്ചു നോക്കിയതാണ്. തുപ്പിയിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര വൃത്തിയുടെ ടീച്ചർ ഗൈസ്. ഭയങ്കര വൃത്തിയുടെ ടീച്ചർ. നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ അത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ അവൾ എന്തെങ്കിലും കള്ളത്തരൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ക്യാമറ ഒക്കെ അവിടെ വെച്ചിട്ടാണല്ലോ വന്നത്. ഓക്കെ, ഇനി വെള്ളം എന്താ കുടിക്കട്ടെ? ശരി എടി, അത് ഇതിനിപ്പോ വല്ല മുളക് പൊടി ഉപ്പ് കളിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നിറയെക്കൊണ്ട് കുടിപ്പിക്കുവേ. അല്ല, അങ്ങനെ എന്താ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം. കുടിച്ചു നോക്കണം കൈസ്. ഞാൻ കുടിച്ചിട്ടില്ല. അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ശരി എടി എടേ, ഞാൻ പറഞ്ഞത് വെള്ളം കൊണ്ടുവരാൻ. ഉപ്പ് വെള്ളം, മുളക് വെള്ളം ഇങ്ങനെ കൊണ്ടുവരാനില്ല. വെള്ളം നക്കി വെക്കണം. ശരി. അടിപൊളി വെള്ളം. കണ്ടതല്ലേ മോളെ ചേച്ചൊരു ഇപ്പൊ ഒരു പണി തരാം മോളെ. കുടിച്ചിട്ട് പാടി. അപ്പൊ ഗൈസ് അവളവിടെ ഉപ്പ് വെള്ളമാണ് തോന്നുന്നു ഗൈസ്. ഉപ്പ് മാത്രമുള്ള വെള്ളം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതില് വന്നിട്ട് അവള് ഉപ്പ് കലക്കിയിട്ട് തന്നിട്ടുണ്ട്. അതാ ഓടിയിട്ട് വന്നിട്ടുണ്ട്. കുടിക്ക് കൊണ്ട് വെച്ചത് അങ്ങോട്ടേക്ക് ബെഡ് പോത്ത് ചെന്നു വരെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെ വൃത്തികെട്ട ദുഷ്ടയായ സ്ത്രീകളുള്ള സ്ത്രീ എന്താ പറയാ കുട്ടികളെ അനിയത്തിയായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ? അയ്യോ, എന്റെ ഡയറിന്റെ എവിടെയാണോ? പക്ഷെ എന്റെ ഒരു മെസ്സേജ് എന്റെ ഡയറിന്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ആ മെസ്സേജ് നല്ല ഡയറാണ്. ശരി ശരി, ഗുഡ് ഡയർ ആണ് കേട്ടോ. ഈറ്റ് വൺ ബിസ്ക്കറ്റ്. ഒരെണ്ണം ബിസ്ക്കറ്റ്. ശരി, ഓക്കെ. കാണിക്കണോ? ശരി, ഞാൻ കണ്ടത്. ഓക്കെ ഓക്കെ. വൈറ്റ് കളറല്ലേ? സ്ട്രോബെറി ബിസ്ക്കറ്റ് ആണ് ഗൈസ് നമ്മൾ എടുത്തിട്ട്. സ്ട്രോബെറി ആണ്. അല്ല, റെഡ് വെൽവെറ്റ് ആണ്. സ്ട്രോബെറി ആണ്. അതൊന്നും അറിഞ്ഞൂടെ ഗൈസ്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള മാവനുണ്ട്. അവിടെ അടിപൊളിയായിട്ട് അവിടെ കുർക്കുറെ ഒക്കെ ഉണ്ടാക്കും. സമൂസ, കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട് അവിടെ കിട്ടുന്നത്. അതൊക്കെ പുള്ളി ഉണ്ടാക്കി തന്നെയാണ് ഗൈസ്. അപ്പൊ അത് നോക്കുന്ന സംഭവമാണ് ഇത്. മറ്റേ നീ പുതിയ ബേക്കറി പൊടിച്ചിട്ട് കഴിച്ചില്ലേ ആ ഡയറിന്? ആള് കൊള്ളാം. വൺ ബിസ്ക്കറ്റ് ഫുള്ള് കഴിച്ചുകൂടാ. ശരി, ഒരെണ്ണം കഴിക്കാം. അത് ആവശ്യമില്ല. നേരത്തെ വീഡിയോയില് കാട്ടാൻ പറ്റില്ല. ഈ ചോൾ ബിസ്ക്കറ്റ്സ് ആയിരുന്നു. അപ്പൊ എപ്പോ വേണമെങ്കിൽ കഴിച്ചാലും കുഴപ്പമില്ല. നേരത്തെ ഉള്ളു കഴിച്ചില്ല.
ഇതാണ് കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റ്. കഴിക്കാം. നല്ല ടേസ്റ്റ്. ബിസ്ക്കറ്റ് നീ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ എടുക്കണത് ശരിയാണ് അപ്പൊ ഉപ്പുവെള്ളത്തിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് മാറട്ടെ. ശരിയാട്ടോ, ഉപ്പുവെള്ളം കലക്കി തന്ന കുട്ടിയാണ് ഇരിക്കുന്നത്. ഉപ്പുവെള്ളം ബുദ്ധി ആലോചിച്ച് നോക്കട്ടെ ഗൈസ്, ഞാൻ കഴിക്കാണ്. ഞങ്ങളുടെ കൊച്ചിനെ അങ്ങനെ കട്ടി കൊണ്ടിട്ടുണ്ട് വെള്ളം ചുറ്റിട്ട്. ഞാനും ഗൈസ് കച്ചപ്പിൻ്റെ കൂടെ പറയാണ്. ഞാനും ഇവളും പിന്നെ ജില്ലാ ചേച്ചി അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ശിവാനി ബോക്സിലും കണ്ടില്ല ജില്ലാ ചേച്ചി. ആ ചേച്ചിയുടെ ചേട്ടനാണ് കേസ് കളക്കി കൊടുത്തത്. എനിക്ക് ഓർമ്മയില്ല, കുട്ടിയെ പറയുന്നുണ്ട് ആ കൊറോണയുടെ അപ്പം നമുക്ക് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വരാം. ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്. അടിപൊളി ബിസ്ക്കറ്റാണ് ഭയങ്കര ഇഷ്ടം. ചാനൽ എത്ര ഉണ്ടെന്ന് തീർക്കണം എന്നാണ്. എന്നിട്ട് കുരുമഞ്ഞിരിക്കാൻ അപ്പം അമ്മമ്മ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അതിന്റെ റെസിപ്പി ഉണ്ടാവും കേട്ടോ അടുത്തോണ്ട്. അതെ, ഇന്നലെ അച്ഛനോടെ കറണ്ട് പോയി, അപ്പൊ നമ്മൾ നെയ്ക്കാൻ വേണ്ടി പോയി രാവിലെ. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ റെസിപ്പി ഇടണം എന്ന് കരുതിയത്, അതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ലേറ്റേക്ക്. അപ്പൊ ഓക്കെ, അടുത്ത ഡയർ വേഗം എന്റെ കൈസ് ആ മെയിൻ ബോക്സ് ഒരു സാധനമൊക്കെ പോയി. വേഗം തേർഡ് ഡയർ എന്താണ് പറയട്ടെ, വേഗം എടുക്കാം. നാളെ ചെയ്താൽ മതി. ഞാൻ നാളെയാണ് ഞാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ടുമോറോ ക്ലീൻ ദ എൻട്രൻസ് ഓഫ് അവർ ഹൗസ്. എന്താണ് പറയാൻ മനസ്സിലായോ? മുറ്റം അടിച്ചു വാരിയ മലയാളത്തിൽ പറയാൻ. പക്ഷെ എവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഗസ്റ്റ് അടിച്ചൊന്നും ഇഷ്ടമില്ല. പക്ഷെ അമ്മമ്മ അങ്ങനെ ശ്രമിക്കുന്നില്ല. അമ്മമ്മ അങ്ങനെ ശ്രമിക്കാറില്ല. ശ്രമിക്കാറില്ല നോക്കി നോക്കാം ഗൈസ്. എന്തായാലും ചെയ്തേ പറ്റില്ല, ഇവിടെ എന്തായാലും ഇത് ജീവിക്കും. വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഗൈസ്. നമ്മളിപ്പോൾ അമ്മയുടെ ഫോണിലാണ് എടുക്കേണ്ടത്. അമ്മ ചിലപ്പോൾ ഡ്യൂട്ടി ആയിട്ട് എത്തില്ല. എന്തായാലും ചെയ്തതായിരിക്കും ഗൈസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചെയ്യില്ലെന്ന് കരുതരുതോ. പെട്ടെന്ന് ചെയ്തായിരിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് മഴ പെയ്തോണ്ട് കുറച്ച് ചെറിയ കേട്ടായിരിക്കും. മഴ പെയ്തോണ്ടാണ് ഗൈസ്. അതായത് നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് എടുക്കാം അല്ലേ. ഇനി എൻ്റെത് ഓക്കെ. ഇതിങ്ങനെ എന്റെ കളഞ്ഞപ്പോ നീ ഇങ്ങനെ ചാട കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും. സമയം എത്ര? 27 മിനിറ്റ് ആയോ നമ്മുടെ വീഡിയോ എടുക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് തേർഡ് നോക്കാം. ഇതിന്റെ എത്രാമത്തെ? തേർഡ്. ഓക്കെ, ഡബ് ദ ഡോൾ. കോമഡി എടുക്കും. ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. ശരിക്കും ഇപ്പൊ തന്നെ ചെയ്ത് തീർക്കാൻ ഇഷ്ടം. ഏതെങ്കിലും ഇവിടെ എടുത്ത് പോവാം. ഇപ്പൊ തന്നെ ചെയ്യാം. ചെയ്യാം. ഞാൻ ഭയങ്കര ഒരു അടിപൊളി ഡബിങ് ആർട്ടിസ്റ്റാണ്. ഡോസിനൊക്കെ കളിക്കൊണ്ടാണ്. ചെറുതായിട്ട് ഇറങ്ങിയിരുന്ന പൊസിഷനെ ശരിയില്ലാത്തതുകൊണ്ടൊന്നും മാറുന്നതാണ്. കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ പൂളോത്തിനൊരു പുതിയ ഹൈഡ് ആൻഡ് സീക്കിംഗ് സിലിണ്ടർ ഷാമി പറഞ്ഞു വരുന്നതാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. നിങ്ങൾ പുള്ളോത്തി ഫാൻസ് ആണെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് തോന്നുന്നു കമന്റ് ചെയ്യാൻ നമ്മൾ കമന്റ്സ് ടേൺ ഓഫ് ആണ്. ഞാനത് ഓൺ ആക്കാൻ നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഡോൾസിനെ കൊടുത്തിട്ടുണ്ട്. സംശി എല്ലാവർക്കോ അവള് വന്നിട്ട് ഗൈസ്. അപ്പോൾ അവൾ എടുക്കാൻ പോയിട്ട് കുറേ നേരമായി ഗൈസ്. പക്ഷെ ഇത്ര നേരമായിട്ട് അവൾ വന്നിട്ടില്ല. വരാത്ത എന്താണെന്ന് അറിഞ്ഞൂടാട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ആളെത്തിയിട്ടുണ്ട്. നമ്മളുടെ എല്ലാ ഡോൾസിനെ ബാർബീസിനെ എല്ലാ ടോയ്സിനെ
കൊറേ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അച്ഛൻ എപ്പോഴും വരുമ്പോ കൊണ്ടുവരുന്നത്. അപ്പൊ അത് കാട്ടണം എന്നുണ്ട് ഗൈസ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആകെ 2 എണ്ണത്തിനൊക്കെ എടുത്തിട്ടുള്ളൂ. ആകെ ഇത്തിരി എടുത്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാത്തിനും കൂടി ഒരുമിച്ച് കാണുന്നുണ്ട്. സോ നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ നമ്മൾ അവിടെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അത് അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ. സ്വെറ്റർ ഇതിന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടു കമന്റിക്കണേ. പഴയ സ്വെറ്ററാണ്. അപ്പൊ ഗായ്സ് അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അമ്മമ്മയുടെ വീട്ടിലാണ്. നമ്മൾ ആ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് എല്ലാതും ഇട്ടത്. നമ്മൾ കളിക്കാൻ വേണ്ടി ആ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി കിട്ടിയ ഡോളിനെ മാത്രം എനിക്ക് കാണാം. ഓക്കെ. ഹലോ ഗായ്സ്, എൻ്റെ പേരെന്താണെന്ന് അറിയുമോ? എൻ്റെ പേരാണ് ലങ്കേഷ് പരാവി. മൈ നെയിം ഈസ് പിങ്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അറിയാനല്ലേ? എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ പിങ്കി ബണ്ണീസ്. അപ്പൊ ഗൈസ് നമുക്കൊരു പാട്ടൊക്കെ പാടിയാലോ? വേണ്ട വേണ്ട, എന്റെ ഓട്ടോഗ്രാഫ് വേണമെങ്കിലേ നിങ്ങൾ വീട്ടിലേക്ക് വാ കേട്ടോ. ഓട്ടോഗ്രാഫ് തരണോ? അപ്പോഴാ ആലോചിക്കാം. എന്റെ ഡ്രസ് ഇഷ്ടായോ? ഇഷ്ടമെങ്കിൽ പറയണേ. ലിങ്കൊന്നും ചോദിക്കണ്ട കേട്ടോ. എനിക്ക് അറിയില്ല എവിടുന്നാന്ന്. ശരി കേട്ടോ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്റെ ബാക്കിയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവര് കാണോ? നിങ്ങക്ക് കണ്ടോ? കാണണോ? എങ്കിലേ കമന്റ് കേട്ടോ. എനിക്കിപ്പോ അങ്ങനെ അറിയാൻ പറ്റും. നമ്മളെ പഠിത്തത്തില് കാണിക്കാവേ. അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കുറച്ച് രാത്രിയായി. പിന്നെ കുറച്ച് അമ്മയ്ക്ക് ഫോണിന്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് നിർത്തേണ്ടി വരും. ഗൈസ് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നാളെ നമ്മൾ പാർട്ട് 2 പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് എൻട്രൻസ് ക്ലീനിങ്ങിന്റെ അപ്പം വേണ്ടി കാണാൻ പറ്റും. അടുത്തത് കാണുമ്പോഴേക്കും